നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ സെൻകുമാറിന്റെ വിമർശനങ്ങൾ തള്ളി DGP. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ. ADGP സന്ധ്യയ്ക്ക് ലോക്നാഥ് ബെഹ്റയുടെ അഭിനന്ദന കത്ത്. ദിലീപിനെതിരെ തെളിവില്ലെന്ന പരാമർശം പിൻവലിച്ചു സെൻകുമാർ. പറഞ്ഞത് ചോദ്യം ചെയ്യുമ്പോൾ തെളിവുണ്ടായിരുന്നില്ലെന്ന്. അന്വേഷണത്തിൽ ഏകോപനമുണ്ടായിരുന്നില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. പൾസർ സുനിയെ സഹതടവുകാർക്കൊപ്പം ചോദ്യം ചെയ്തു. ശ്രീറാം വെങ്കിട്ടരാമനെ മൂന്നാറിൽ നിന്ന് മാറ്റിയത് സ്ഥാനക്കയറ്റം നൽകിയെന്ന CPM വാദം കള്ളം. ഉത്തരവിലുള്ളത് പദവി മാറ്റവും സ്ഥലം മാറ്റവും മാത്രം. പുതിയ പദവി സ്ഥാനക്കയറ്റത്തിന് തുല്യമല്ല. സ്വാശ്രയ ഓർഡിനൻസിൽ പിശക് പറ്റിയെന്ന് സമ്മതിച്ച് ആരോഗ്യമന്ത്രി. വീഴ്ചയായത് ഫീസ് നിർണയത്തിന് പഴയ സമിതി പുനഃസംഘടിപ്പിച്ചത്. പുതിയ ഫീസ് നിർണയ സമിതി രൂപീകരിക്കുമെന്നും KK ശൈലജ. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസ് കേരളത്തിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ് സുപ്രീം കോടതി. കോയമ്പത്തൂർ വിട്ടുപോകരുത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ കേരളത്തിൽ വരാവൂ. ജിഷ്ണു പ്രണോയ് കേസ് ഗൗരവതരമാണെന്ന് ആവർത്തിച്ച് കോടതി. കോഴിയിറച്ചി വിപണിയിലെ കൊള്ളയ്ക്ക് തടയിട്ട് സർക്കാർ. കിലോയ്ക്ക് 87 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ വിറ്റാൽ മതിയെന്ന് ധനമന്ത്രി തോമസ് ഐസക്. MRPയേക്കാൾ കൂടിയ വിലക്ക് വിൽപ്പന അനുവദിക്കില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പൾസർ സുനി ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. സുനിക്ക് സിം കാർഡ് കൈമാറിയ മലപ്പുറം സ്വദേശി ഇമ്രാനാണ് ഇന്ന് പിടിയിലായത്. വിഷ്ണു, വിപിൻലാൽ, പൾസർ സുനി എന്നിവരെ പോലീസ് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്നിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്തു. നടൻ ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ കൈവശം വേണ്ടത്ര തെളിവുണ്ടായിരുന്നില്ല എന്ന് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ. സംശയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും സെൻകുമാർ പറഞ്ഞു. സെൻകുമാറിനെ തള്ളി DGP ലോക്നാഥ് ബെഹ്റ രംഗത്തെത്തി. അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് ADGP B. സന്ധ്യയ്ക്ക് ബെഹ്റ കത്തയച്ചു. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ ഹാജരാക്കാനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. തെളിവും സംശയവും രണ്ടാണെന്നും ADGP സന്ധ്യ ഒരു കേസിലും ബ്രീഫ് ചെയ്തിട്ടില്ലെന്നും സെൻകുമാർ പറഞ്ഞു. 13 മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്തപ്പോൾ ദിനേന്ദ്ര കശ്യപ് ഇല്ലായിരുന്നു. കശ്യപ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും സെൻകുമാർ പറഞ്ഞു. വാരികയിൽ വന്ന അഭിമുഖത്തിലെ പല കാര്യങ്ങളും വളച്ചൊടിച്ചതാണെന്നും സെൻകുമാർ വ്യക്തമാക്കി. ഞാൻ വീണ്ടും പറയുന്ന എവിഡൻസും സംശയവും രണ്ടാണ്. ആ എവിഡൻസ് ഇല്ലായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ എവിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, പിന്നീട് ചെയ്ത പല കാര്യങ്ങളും ശരിയാണ്, അത് ആദ്യമേ ചെയ്യാമായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരാളെ കൺഫ്രണ്ട് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് ശേഖരിച്ചതിന് ശേഷം ആളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ TP സെൻകുമാറിനെ തള്ളി DGP ലോക്നാഥ് ബെഹ്റ രംഗത്തെത്തി. അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് DGP അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP B. സന്ധ്യയ്ക്ക് കത്തയച്ചു. ശരിയായ ദിശയിലാണ് അന്വേഷണം നീങ്ങുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ദിനേന്ദ്ര കശ്യപ് പരാതിയൊന്നും ഉന്നയിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിന് ഏകോപനമില്ലെന്നായിരുന്നു മുൻ DGP സെൻകുമാറിന്റെ വിമർശനം. കേസ് അന്വേഷണത്തിൽ നടക്കുന്നത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് സന്ധ്യയെ പേരെടുത്ത് വിമർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസ് നേതാവ് ശ്രീമതി ലതിക സുഭാഷ് കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. നോവലിസ്റ്റ് എഴുത്തുകാരൻ ശ്രീ KL മോഹനവർമ്മ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എനിക്കൊപ്പമുണ്ട്. ശ്രീ PS റംഷാദ് സെൻകുമാറിൻ്റെ വിവാദമായ അഭിമുഖം, അദ്ദേഹം പിന്നീട് തിരുത്തിയ അഭിമുഖം എടുത്ത മലയാള വാരികയിലെ ലേഖകൻ PS റംഷാദ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലും എത്തിച്ചേരും. മുൻ IG വേണുഗോപാൽ നായരെയും CPM നേതാക്കളെയും ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ലതിക സുഭാഷ്, സെൻകുമാറിൻ്റെ അഭിമുഖത്തിലെ പരാമർശങ്ങൾ, അതിനുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ തിരുത്ത്, ഈ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തള്ളി ലോക്നാഥ് ബെഹ്റ രംഗത്ത് വന്നത്, അന്വേഷണ സംഘത്തിന് അഭിനന്ദന കത്തയച്ചത്, ആകെ കൂടെ ഈ കേസ് വല്ലാതെ വലിഞ്ഞു മുറുകി നിന്നിരുന്ന ഇപ്പോഴെന്തെങ്കിലും സംഭവിക്കും എന്ന തോന്നലുണ്ടായ ഈ കേസ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ എങ്ങോട്ടൊക്കെയോ പരന്നു പോവുകയാണ് എന്നൊരു തോന്നലുണ്ടാകുന്ന ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടാവുക? എന്ത് സംശയങ്ങളാണ് താങ്കളടക്കമുള്ള പൊതുപ്രവർത്തകർക്കുള്ളത്? സംശയങ്ങൾ ആദ്യമേ സംശയത്തിന് വഴിമരുന്നിട്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ പ്രശസ്തിയായ ഒരു നടി അപമാനിക്കപ്പെട്ട വളരെ ക്രൂരമായ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ആദ്യം പറഞ്ഞത്,
ഗൂഢാലോചനയില്ലെന്ന്. ഇപ്പോൾ അദ്ദേഹം ഏത് വലിയ മീനാണെങ്കിലും വലയിൽ കുടുങ്ങുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, അതുപോലെ തന്നെ നിത്യേന മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ദുരൂഹത നിറഞ്ഞത് തന്നെയാണ് ഓരോ ദിവസവും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. 13 മണിക്കൂർ ഇതിലെ ഒരു ആളെ ചോദ്യം ചെയ്തപ്പോൾ ആ 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആ ചോദ്യം ചെയ്യപ്പെട്ട ആളെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള, സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീമതി സന്ധ്യ IPS ഈ ചോദ്യം ചെയ്യൽ നടന്നപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ദിനേന്ദ്ര കശ്യപിനെ IJ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നു. കേരള ജനത തന്നെ ഈ നിത്യേന വാർത്തകൾ ശ്രവിക്കുന്ന നമ്മളെല്ലാവരും ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലാണ്. അതിന് ആദ്യമേ തന്നെ തുടക്കം കുറിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ഇന്ന് സെൻകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ മലയാളം വാരികയിലെ അഭിമുഖം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ റംഷാദ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിയ ഇൻ്റർവ്യൂ, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അർത്ഥസത്യം എന്ന് പറഞ്ഞത്, അത് റിപ്പോർട്ട് ലേഖകൻ തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. പക്ഷെ വളരെ സത്യസന്ധനായ മോഹനവർമ്മ, ഇത് പോലീസിന്റെ രീതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. 13 മണിക്കൂർ ഒരു സൂപ്പർ താരത്തെ വിളിച്ച് ചോദ്യം ചെയ്യുക ഇത്രക്ക് പ്രമാദമായ കേസിൽ സ്വാഭാവികമായിട്ടും എന്തോ ഉണ്ടാകാൻ പോവുകയാണ്, എന്തോ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന വെളിപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലാണ് പൊതുസമൂഹത്തിനാകെ തന്നെ ഉണ്ടായത്. മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്തു. ഇപ്പോഴെന്തോ വെളിപ്പെടാൻ പോകുന്നു, വസ്തുത സത്യം പുറത്തു വരാൻ പോകുന്നു എന്ന തോന്നലുണ്ടായി. പക്ഷേ പിന്നീട് ഒരല്പം പതുക്കെ പോകുന്ന നിലയാണ് കണ്ടത് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അതും ഒരുപക്ഷെ ആവശ്യത്തിനുള്ള തെളിവുകൾ ശേഖരിക്കാൻ ഇനിയും സമയം വേണമായിരിക്കും. പോലീസിന്റെ രീതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എന്ന് കരുതുകയാണ് മാധ്യമങ്ങളും പൊതുജനങ്ങളും പൊതുപ്രവർത്തകരടക്കമുള്ള ആളുകളും ചെയ്തത്. പക്ഷേ അപ്പോഴാണ് സെൻകുമാറിന്റെ അഭിമുഖം ഇന്നലെ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ അഭിമുഖത്തിലെ ചില പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞാണെങ്കിലും അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ വരുന്നത്, അതായത് പോലീസിനകത്ത് തന്നെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് അറിയാവുന്ന അതിൻ്റെ ഉന്നതങ്ങളിൽ ഇരുന്ന ആളുകൾക്ക് തന്നെയും ആശയക്കുഴപ്പമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ കാര്യങ്ങളുടെ പോക്കിൽ എന്നതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ വരുന്നത്. ഇത് നമുക്ക് മുന്നിൽ വെക്കുന്ന ചോദ്യങ്ങൾ രണ്ടാണ്. ഒന്ന്, ഇത് സാധാരണഗതിയിലെടുക്കുന്ന സ്വാഭാവികമായിട്ടുള്ള വൈകൽ മാത്രമാണോ, സ്വാഭാവികമായിട്ടുള്ള ആശയക്കുഴപ്പം മാത്രമാണോ, അല്ലെങ്കിൽ ഏതോ നിലക്കുള്ള സമ്മർദ്ദം ഈ കേസിന്റെ വസ്തുതകൾ ഒരു കാലത്തും പുറത്തു വരാതിരിക്കാൻ ആരൊക്കെയോ ചേർന്ന് ശ്രമിക്കുന്നുണ്ടാകുമോ? താങ്കൾ എന്താണ് സംശയിക്കുന്നത്? ഇന്ന് രാവിലെ 11 മണിക്ക് ഇവിടെ TDM ഹാളിൽ എറണാകുളത്ത് അവിടെ അദ്ദേഹം ഒരു പ്രധാന സെമിനാർ, അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരുന്നു ഏകദേശം 1.5 മണിക്കൂറോളം. അവിടെ വളരെ ഗൗരവമായിട്ട് ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഒരു സെമിനാർ, അത് നിയമത്തിലെ ഇതിനെക്കുറിച്ചുള്ള പോലീസിൻ്റെ അതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ചർച്ചയായിരുന്നു. അദ്ദേഹം വളരെ സ്റ്റഡീഡായിട്ടാണ് അവിടെ സംസാരിച്ചത്. അവിടെ സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, പോലീസിന് ഒരു ക്രിമിനൽ കുറ്റം ഒരിടത്ത് നടന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഡ്യൂട്ടി അതിനെ ആരാണ് അത് ക്രിമിനൽ കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിച്ച്, ആരാണോ എത്ര പേരാണോ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കത്തക്ക വിധമുള്ള തെളിവുകൾ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കോടതിയാണ്, അവർ കോടതിയുടെ കീഴിലാണ്, അല്ലാതെ വേറൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ കീഴിലല്ല ആ കേസിനെ സംബന്ധിച്ചോളം അവർ പ്രവർത്തിക്കുന്നത്. ഇതാണ് പോലീസിൻ്റെ രീതി. അപ്പോൾ അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ കേസിനെ കുറിച്ച് അദ്ദേഹം വളരെ മൈൽഡായിട്ട് മാത്രമേ സംസാരിച്ചുള്ളൂ. പക്ഷേ അവിടെ പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയമായിട്ടുള്ള ഉന്നത നേതൃത്വങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ശരിക്കുള്ള ക്രിമിനൽ സാധ്യതകളെ ആരൊക്കെയാണ് അതിൻ്റെ ആൾക്കാരെന്ന് വെച്ചാൽ പ്രതികളെയൊക്കെ കണ്ടുപിടിക്കണമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം പോലീസിൽ ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഓരോരോ പലതരത്തിലുള്ള ആക്ഷൻസ് വരും, പല കോമ്പിനേഷൻസ് വരും. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. പക്ഷെ ഒരിക്കലും ഇത് അവസാനിക്കുകയില്ല, ഇത് മുമ്പോട്ട് പോകുക തന്നെയും. അവസാനം
ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും പോലീസിൻ്റെ കയ്യിലാണ്. രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെ കോടതിയുടെ കയ്യിൽ, അല്ലെ കോടതിയുടെ അടുത്ത് കൊണ്ട് ചെല്ലുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. അത് ഇപ്പോൾ മുറയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുവന്നാണ് ഇന്ന് അദ്ദേഹം സെമിനാറിൽ പറഞ്ഞത്. നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഈ കാര്യത്തിൽ ഇപ്പോഴും. സ്വാഭാവികമായിട്ടും അതുണ്ടാകേണ്ടതാണ്. പ്രമാദമായ ഒരു കേസാണ്. ഇപ്പോൾ ശ്രീ പി എഫ് റംഷാദ് തിരുവനന്തപുരത്തുണ്ട്. ശ്രീ റംഷാദ്, താങ്കൾ എടുത്ത അഭിമുഖത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സെൻകുമാർ. അക്കാര്യം ഞാൻ പറഞ്ഞതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ അതോട് ചേർത്ത് അദ്ദേഹം പറയുന്നുമുണ്ട്. എതിരഭിപ്രായങ്ങളുണ്ട് ADGP ബി സന്ധ്യ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘവുമായിട്ട് എന്ന കാര്യം അദ്ദേഹം പറയുമ്പോൾ തന്നെയും ദിലീപിനെതിരെ തെളിവുകളില്ല എന്ന നിലപാട് എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾക്ക് തെറ്റിയതാണോ എഴുതിയെടുക്കുമ്പോൾ? സനീഷ്, സംസ്ഥാന കേൾക്കാം. സനീഷ് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് 55 ദിവസം 2ാം ഊഴത്തിൽ ഇരുന്ന് വിരമിച്ച ശേഷം ഡോക്ടർ TP സെൻകുമാർ എനിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും അദ്ദേഹം നിശ്ചയിച്ചിട്ടില്ല. ദിലീപിന് ഈ നടിയുടെ കേസിലെ അന്വേഷണവുമായി ദിലീപിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി എനിക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല, തെളിവുള്ളതായി എനിക്ക് ഇൻഫർമേഷൻ ഇല്ല എന്നാണ് അദ്ദേഹം എൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞത്. അത് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അദ്ദേഹം 30-ാം തീയതി സ്ഥാനമൊഴിയുന്നു. എൻ്റെ അഭിമുഖം 2-ാം തീയതിയാണ്. മാത്രമല്ല അതിൽ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ADGP ബി സന്ധ്യ, അതായത് നടിയുടെ കേസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ADGP ബി സന്ധ്യയ്ക്കെതിരെ സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നുൾപ്പെടെ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട അലിഗേഷൻസ് ഒന്നും അദ്ദേഹം നിശ്ചയിച്ചിട്ടുമില്ല. മറിച്ച് അദ്ദേഹം വളരെ വിചിത്രമായ 1-2 വാദഗതികൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അതായത് ഈ അഭിമുഖം വലിയ വിവാദവും ചർച്ചയുമാവുകയും വിവിധ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് കൊച്ചിയിൽ പ്രതികരിച്ചത് എന്താണ്? അഭിമുഖം അല്ല ഞാൻ കൊടുത്തിരുന്നത്, എൻ്റെ അനുവാദത്തോടല്ല റെക്കോർഡ് ചെയ്തത്. ആ അഭിമുഖത്തിനിടയിൽ എനിക്ക് വന്ന ഫോൺ കോളുകൾ പോലുള്ളവയും ഇതിനുള്ളിൽ കടന്നിട്ടുണ്ടാവാം. അതുകൂടി ഈ 3 അടിസ്ഥാനരഹിതമായ വിചിത്രമായ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ്, നുണയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒന്നും നിശ്ചയിച്ചിട്ടില്ല. എൻ്റെ അഭിമുഖത്തിൽ, എനിക്ക് തന്ന അഭിമുഖത്തിലെ ഒരു കണ്ടന്റും അദ്ദേഹം നിശ്ചയിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, അദ്ദേഹത്തോട് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മെസ്സേജ് വഴി, അതായത് ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല, അദ്ദേഹം വലിയ തിരക്കുള്ള ദിവസമായിരുന്നു. 4 ഇൻ്റർവ്യൂ ആണ് അദ്ദേഹം അന്ന് കൊടുത്തതെന്ന് എന്നോട് തന്നെ പറഞ്ഞു. 4 അഭിമുഖങ്ങൾ, 4 ചാനൽ അഭിമുഖങ്ങൾ. അദ്ദേഹം ഫോൺ എടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു മെസ്സേജ് അയച്ചു, സാർ എനിക്കൊരു അഭിമുഖം അനുവദിക്കാമോ? അഭിമുഖം, ഇൻ്റർവ്യൂ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല എന്നാണ്. ഇൻ്റർവ്യൂ എന്നുള്ള വാക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ടുമോറോ. അപ്പോൾ ഞാൻ വെൻ എന്ന് സമയം ചോദിക്കുമ്പോൾ 11 AM എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും SMS വഴിയുള്ള കോൺവെർസേഷനാണിത്. അതിൽ കൃത്യമായി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് ഇൻ്റർവ്യൂ ആണ് തന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു IPS ഓഫീസർ. മനസ്സിലാക്കേണ്ട കാര്യം, കേരളീയ സമൂഹത്തിന് മുന്നിൽ TP സെൻകുമാറിൻ്റെ ലൈഫുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫുണ്ട്. ഒരു ഘട്ടത്തിലും ഒരിക്കൽ പോലും അദ്ദേഹം എന്തായാലും ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം വിവാദമായപ്പോൾ അദ്ദേഹത്തിന്റെ നിലയൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ നിലയൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ തള്ളിപ്പറഞ്ഞതാണ് എന്ന് തന്നെ വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം നോക്കൂ, താങ്കൾക്ക് നൽകിയ ദീർഘമായ അഭിമുഖത്തിൽ നമ്മുടെ കേസ്, പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകളില്ല, അല്ലെങ്കിൽ കോടതിയിൽ തുലഞ്ഞു പോകും, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഈ അഭിമുഖത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേസ് കോടതിയിൽ തുലഞ്ഞു പോകും എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട്. ഈ നിലക്ക് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ADGP സന്ധ്യയെങ്കിൽ കേസ് എവിടെയും എത്താതെ തീർന്നു പോകും എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അത് താങ്കൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അല്ലേ? ബോധ്യപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും സനീഷ്. അതായത് കാര്യമുണ്ട്, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അതായത് TP സെൻകുമാർ എന്ന് പറയുന്ന IPS ഓഫീസറുടെ പ്രൊഫഷണൽ ലൈഫ് കേരളീയ സമൂഹത്തിന് മുന്നിലുണ്ടല്ലോ. അദ്ദേഹം ഒരു ഘട്ടത്തിലും ഒരു വിടുവായത്വം പറഞ്ഞിട്ടുള്ള ആളോ ആവശ്യമില്ലാത്തൊരു വാക്കെങ്കിലും പറഞ്ഞിട്ടുള്ള ആളോ അല്ല. കൃത്യമായും തീരുമാനിച്ചുറച്ച് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന, ജനുവിനായി മാത്രം സംസാരിക്കുന്ന ഒരു ഓഫീസറാണ് അദ്ദേഹം. ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതാണ്. അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു, അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിലും അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ള, ഉത്തമ ബോധ്യമുള്ള കാര്യമായിരിക്കണമല്ലോ അദ്ദേഹം പറയുന്നത്. അതായത് ADGP ബി സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് ദിനേന്ദ്ര കശ്യപ്, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് ദിനേന്ദ്ര കശ്യപിനെ അടുപ്പിക്കുന്നില്ല, ഏകപക്ഷീയമായി അവർ മാത്രം ചെയ്യുകയാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, എന്നോട് ഒരു കാര്യം ബ്രീഫ് ചെയ്യാറില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചല്ലോ.
ശ്രീ ജേക്കബ് ജോർജ് ബോധ്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഈ സെൻകുമാർ എല്ലാ മാധ്യമങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഈ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിനോട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുന്ന മറ്റ് സഹപ്രവർത്തകർക്കെതിരായിട്ടുള്ള രോഷമാണ്. അല്ലെങ്കിൽ ആ രോഷം പ്രകടിപ്പിക്കാൻ എല്ലാ ഇൻ്റർവ്യൂകളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ്. അദ്ദേഹം അത് ഒളിച്ചു വെക്കുന്നതല്ല. ഈ പറയുന്ന ആളുകൾക്കെല്ലാം എതിരെ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞ് തച്ചങ്കരി, നളിനി നെറ്റോ, ADGP സന്ധ്യ, എല്ലാവർക്കുമെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സ്വന്തം രോഷപ്രകടനം കൊണ്ട് ADGP സന്ധ്യയുടെ ഈ അന്വേഷണവും ശരിയല്ല എന്ന നിലപാട് അദ്ദേഹം പറയുകയാണ് ഉണ്ടായത് എന്ന് വിചാരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഈ കേസിനെ തന്നെയും പ്രധാനമായി തന്നെ ബാധിക്കുന്ന ഏതോ നിലക്ക് ബാധിക്കുന്ന വിധത്തിൽ ദിലീപിനെതിരെ തെളിവില്ല എന്നൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് ഒരു നാക്കുപിഴയാണ്, ഈ രോഷത്തിൻ്റെ ആവേശം കൊണ്ടുള്ള നാക്കുപിഴയാണ് എന്ന് കണ്ട് തള്ളിക്കളയാവുന്നതാണോ? അല്ല, നമുക്കിത് പല അനുമാനങ്ങളും എടുക്കാം. കാരണം സെൻകുമാർ നേരത്തെ റംഷാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. വാക്കുകളിൽ ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്, ഞാൻ റംഷാദ് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ദിലീപിനെ പ്രതിയാക്കാനുള്ള തെളിവൊന്നും കിട്ടിയിട്ടില്ല. DGP ആണ് പറഞ്ഞെന്ന് നോക്കണം. ആ സമയത്ത് പോലീസിൻ്റെ നേതൃത്വത്തിലിരുന്ന ആളാണ്. അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും കിട്ടുമല്ലോ, സന്ധ്യയാണെങ്കിലും അല്ലെങ്കിലും. പിന്നീട് സന്ധ്യ അതിനകത്തൊരു വസ്തുതാപരമായി ശരിയുണ്ട്. ദിനേന്ദ്ര കാശ്യപിനെ, അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, 13 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യോത്തര ആ അന്വേഷണ സമയത്ത് ദിനേന്ദ്ര കാശ്യപ് ആ രംഗത്തുണ്ടായിരുന്നില്ല എന്നാണ് സെൻകുമാർ പറഞ്ഞത്. ചിലപ്പോൾ വ്യക്തിപരമായിട്ട് അവർ തമ്മിലുള്ള സ്വാരസ്യവും അകൽച്ചയും ഒക്കെ അതിനകത്ത് കാണാമെങ്കിൽ പോലും സെൻകുമാർ പറഞ്ഞ വസ്തുതയായിട്ട് അവശേഷിക്കുന്നില്ലേ? അതിനെ ആരും നിഷേധിച്ചിട്ടില്ലല്ലോ, പോലീസിലാരും നിഷേധിച്ചിട്ടില്ലല്ലോ. പിന്നെ മൂന്നാമത്തെ കാര്യം, ആത്യന്തികമായിട്ട് നമ്മൾ പത്രക്കാരും മാധ്യമപ്രവർത്തകരും ഇത് കൈകാര്യം ചെയ്യുന്നത് പോലീസ് കൈകാര്യം ചെയ്ത പോലെ അന്വേഷണാത്മകമായ രീതിയിൽ തന്നെയാണ്. ഇവിടെ പോലീസ് ഇത്രയും കാലം ഈ 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, അതുൾപ്പെടെ ഇത്രയും ദിവസം നടത്തിയ അന്വേഷണത്തിലും സെൻകുമാർ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിൽക്കുന്നല്ലേ ഉള്ളൂ. ദിലീപിനെ കുറ്റപ്പെടുത്താനും അറസ്റ്റ് ചെയ്യാനും പ്രതിയാക്കാനുമുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നൊരു സത്യം ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരെയൊക്കെ കുറ്റപ്പെടുത്തിയാലും വസ്തുത അത് തന്നെയാണ്. അതുകൊണ്ടാണ് അന്വേഷണം വഴിവിട്ട് നിൽക്കുന്നതല്ല. നേരത്തെ ലതിക സുഭാഷ് പറഞ്ഞതുപോലെ ഒരു ആശയക്കുഴപ്പം ജനങ്ങളിലുണ്ട്, ആ ആശയക്കുഴപ്പം പോലീസിലുമുണ്ട്. ഇതെങ്ങനെ വന്നു? ഇതാകെ കൂടി കൈവിട്ടു പോയ ഒരു സ്ഥിതിയാണ്. പോലീസിൻ്റെ അന്വേഷണവും അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. സരീഷ്, ശ്രീ KL മോഹനവർമ്മ, പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഈ അന്വേഷണം, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ അന്വേഷണം കൈവിട്ടു പോയിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ടുന്ന സാഹചര്യമായി എന്ന് താങ്കളും വിചാരിക്കുന്നുണ്ടോ? ഈ സെൻകുമാർ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അഭിമുഖം കൊടുക്കുന്നത് വരെ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്, ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞത്, അതിൻ്റെ മറ്റ് വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ചോദ്യം ചെയ്യുന്നത് വരെ ഇവരുടെ കൈവശം തെളിവൊന്നും ഉണ്ടായിരുന്നില്ല, സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിലീപും നാദിർഷയും ഇതിൽ ഉൾപ്പെട്ടിരിക്കാം എന്ന സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംശയങ്ങൾ തെളിവുകൾക്ക് പകരമാവില്ല. കോടതിക്ക് മുന്നിൽ കൊണ്ടുപോയി വെക്കേണ്ടത് തെളിവുകളാണ്. അതുകൊണ്ട് സംശയങ്ങൾ കൊണ്ട് മാത്രം 13 മണിക്കൂർ, മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഗിന്നസ് ബുക്കിൽ ഇടം നേടാനല്ല ഈ പറയുന്ന ചോദ്യം ചെയ്യൽ നടത്തേണ്ടത്, അത് ഇത്ര മണിക്കൂർ നടത്തിയത് കൊണ്ടല്ല, അരമണിക്കൂർ മാത്രമേ നടത്തിയിട്ടുള്ളെങ്കിലും അതിനകത്ത് നിന്ന് സത്യം പുറത്തു വരുന്നുണ്ടോ എന്നതാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കൂ, അന്ന് ചോദ്യം ചെയ്തയിടത്ത് നമ്മളിപ്പോൾ സെൻകുമാറിൻ്റെ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ തെളിവുകളൊന്നുമില്ലാതെയാണ് ചോദ്യം ചെയ്തത് എന്ന ഇടത്ത് നിൽക്കുകയാണ് ഇപ്പോഴും എന്ന് കരുതേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ പോലീസ് ഇത്രയും നാൾ നടത്തിയ ഈ ചോദ്യം ചെയ്യൽ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായി വരികയില്ലേ? 13 മണിക്കൂർ ദിലീപിനെ പോലൊരാളെ കൊണ്ടുപോയി ചോദ്യം ചെയ്തിട്ട് പോലും പ്രത്യേകിച്ച് കേസിൽ ഒരു മുന്നേറ്റവും കാണാനില്ല എന്നത് ഏത് നിലക്ക് വിമർശിക്കപ്പെടേണ്ടതാണ്? ഇതിൽ നമുക്ക് അറിയാൻ മേലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മിക്കവാറും പോലീസ് ഉന്നത തലങ്ങളിലും രാഷ്ട്രീയത്തിലെ ഉന്നത തലങ്ങളിലും സിനിമയിലെ ഉന്നത തലങ്ങളിലും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ നമുക്കൊന്നും കിട്ടുകയില്ല. പക്ഷേ പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവർക്ക് ശരിക്കുള്ള പ്രതികളെ കണ്ടുപിടിക്കണം. ആരാണ് കുറ്റം ചെയ്യുന്നത് കണ്ടുപിടിക്കുക, എന്നിട്ടത് കോടതിയിൽ കൊണ്ടുവരണം. കോടതിയിൽ ചെന്ന് എന്തെന്ത് തരത്തിൽ മോശമായ രീതിയിലാണ് ചെന്ന് ആദ്യം
തട്ട് കിട്ടുന്ന ഈ പോലീസ് ഓഫീസർക്കായിരിക്കും, ഈ അന്വേഷണം നടത്തിയവർക്ക്. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് പോലീസിൻ്റെ ഉന്നത തലത്തിലുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതെല്ലാവർക്കും അറിയാം. ആ പോരിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചില കമൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കതൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഇത് സ്വാഭാവികമായിട്ട് അത്ര കുട്ടികളുടെ ലെവലിൽ തന്നെയാണ് ഇവർ അന്യോന്യം ചെല്ലുന്നത്. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണ്ട. ഇന്ന് സെൻകുമാർ ഇവിടെ പറഞ്ഞത് ഞാനത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, ഞാൻ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും തെളിവുകൾ കൃത്യമായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞ് മാത്രമേ കോടതിയെടുത്ത് പോകാൻ. ഞങ്ങൾ കോടതിയുടെ കീഴിലാണ് പോലീസ്, കോടതിയാണ് ഞങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇൻഫ്ലുവൻസോ ഒന്നുമല്ല. അതുകൊണ്ട് ഒരു സംശയവുമില്ല, എന്തെങ്കിലും തരത്തിൽ ആദ്യം മോശമായി വന്നാൽ തന്നെ കോടതിയിൽ ചെല്ലുമ്പോൾ തിരിച്ച് തട്ട് കിട്ടും. സ്വാഭാവികമായിട്ടും കോടതി എന്ന് പറഞ്ഞാൽ ഒരു കോടതിയിൽ അവസാനിക്കില്ല, ഇത് മേപ്പോട്ട് പോകുന്നതാണ്. അപ്പം വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. താമസിച്ചാലും ശരി ഇതിന് എന്തെങ്കിലും കൃത്യമായ കാര്യങ്ങൾ പോലീസിന് കിട്ടും എന്നാണ് എനിക്ക് വിശ്വാസം. അതുതന്നെയാണ് ഇന്ന് സെൻകുമാർ ഇവിടെ പറയുകയും ചെയ്തത്. അതിന് മുമ്പ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ചില വാചകങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കെടുത്ത് പ്രൊജക്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു രസം തോന്നും, മറ്റുള്ള ഓരോരോ ഗോസിപ്സ് പറയുന്ന പോലെ. പക്ഷേ ശരിക്കുള്ള കാര്യത്തിൽ ഈ ഗിന്നസ് ബുക്ക് എന്നൊക്കെയുള്ള വാക്കുകൾ അതൊന്നും വെറുതെ പറയുന്ന ഒരു കാര്യമൊന്നും നിർത്താൽ മതി. അതിന് അത്ര ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രധാനമായിട്ടും അവിടെ അന്ന് വിചാരിച്ച പോലുള്ള ചോദ്യം ചെയ്യലിൽ ചിലപ്പോൾ കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ ചില ചെറിയ ഐഡിയകൾ കിട്ടിക്കാണും, അത് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പം ഇത് പോലീസിന്റെ രീതികളെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ, വിവരങ്ങൾ നമുക്ക് അറിയുകയില്ല. ഏത് നിലക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നത് സംബന്ധിച്ച് നമുക്ക് ബേസിക്കായിട്ടുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. നോക്കൂ, എന്താണ് ഈ സംഭവം? ഒന്ന്, സിനിമ പോലൊരു മേഖല, അവിടെ മലയാളികൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു അഭിനേത്രി, അവർ നിരത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു വലിയ തോതിൽ. അങ്ങേയറ്റം വലിയൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പൾസർ സുനിയുടെ മാത്രമായിട്ടുള്ളൊരു ക്രൈം എന്ന നിലക്ക് പോലീസ് കാണുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളെ കൊണ്ട് ഇതിന് പിന്നെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് വരുന്നു. ഈ ചോദ്യം ചെയ്യലും കൂടെ കഴിഞ്ഞതോടുകൂടി ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉന്നതരായിട്ടുള്ള ആളുകളാണ്, സൂപ്പർ താരങ്ങളൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന സംശയം നാട്ടുകാർക്കിടയിൽ വലിയ തോതിൽ ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസ് ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന തോന്നൽ പുറത്തേക്ക് വരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ഡെഡായ അവസ്ഥയിലേക്ക് പോകുന്നു. ഡെഡായ അവസ്ഥയിലേക്ക് പോകുന്നിടത്ത് വെച്ചാണ് ഇറങ്ങിപ്പോയ മുൻ ഡി ജി പി പറയുന്നത് ഇത് ശരിയായ നിലക്കല്ല അന്വേഷണം പോകുന്നത് എന്ന്. നോക്കൂ, ഈ ക്രൈമിനെ ആകെ തന്നെയും ഇല്ലാതാക്കിയിട്ട് ആരൊക്കെയോ ഉന്നതരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ട് പൊതുജനത്തിൻ്റെ ആവേശം, മാധ്യമങ്ങളുടെ പിന്തുടരൽ, മറ്റു പൊതുപ്രവർത്തകരുടെ ഇത് സംബന്ധിച്ചുള്ള ജിജ്ഞാസകളൊക്കെ അങ്ങ് തീരട്ടെ, എന്നിട്ട് പതുക്കെ രക്ഷപ്പെടുത്തേണ്ടുന്ന ആളുകളെ രക്ഷപ്പെടുത്തിയേക്കാം എന്ന ഒരു ദുഷ്ടബുദ്ധി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് എൻ്റെ ബഹുമാന്യനായ, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വർമ്മജി പറഞ്ഞ പോലെയുള്ള രസമോ പിന്നെ അതുപോലെ തന്നെ ഇത് തമാശയായിട്ടൊന്നുമല്ല. എനിക്ക് വലിയ ആശങ്കയാണ് ഇതിൽ. കാരണം ഇവിടെ പ്രശസ്തയായ ഒരു അഭിനേത്രിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒട്ടനവധി സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ കേസുകളായിട്ട് അത് പിന്നെ ഓരോ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രമാദമായ ഒരു കേസാണ് ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം. അതിനെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി മുതൽ അതിന് കൊടുത്ത ഒരു പ്രാധാന്യം, ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞത്, പിന്നീട് അന്വേഷണത്തിൽ ചില പ്രത്യേക ആളുകൾ, മൂവർ സംഘം ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ADGP ആണ് DGPയേക്കാൾ കൂടുതലായിട്ട് ഇതിനകത്ത് റോൾ എടുക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ അമ്മയുടെ 23ാമത് വാർഷിക ജനറൽ ബോഡി, അതിൽ 3 ജനപ്രതിനിധികളായ 2 MLA-മാരും ഒരു MP-യുമായ 3 ജനപ്രതിനിധികൾ ഉൾപ്പെടെ അത് കൈകാര്യം ചെയ്ത രീതി, അതിലെ MLA-മാർ മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെ അസഹിഷ്ണുത കാണിച്ചത്, കേരളം അഭിമാനത്തോടു കൂടി കാണുന്ന താരരാജാക്കന്മാരെന്ന് ഞാനും നിങ്ങളും അഭിമാനത്തോടു കൂടി പറയുന്ന 2 പ്രശസ്ത താരങ്ങൾ ഇത് കണ്ട് നോക്കുകുത്തികളെ പോലെ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ? ഇതിന് പിന്നിൽ എന്താണ് നടക്കുന്നത് എന്നതറിയാത്ത
അവരുടെ തന്നെ സഹപ്രവർത്തകനായ ഒരു സൂപ്പർ താരമാണ് ആരോപണ വിധേയൻ എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ? അതൊക്കെ നിങ്ങൾ ഈ സർക്കാരിന്റെ എതിർ രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഇതെല്ലാം രാഷ്ട്രീയമായിട്ട് ഇതെല്ലാം സംഘടിതമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ് എന്ന് വിചാരിക്കുന്നതല്ലേ? അല്ല, ഒരിക്കലുമല്ല. ഇത് ഞാൻ എതിർ രാഷ്ട്രീയ പക്ഷത്താണെങ്കിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വളരെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ഒരു CPM-ന്റെ നേതാവാണ്. അവർ പറഞ്ഞത് എന്താണ്? ഇത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. വിമൻ ഇൻ കളക്റ്റീവ് താര സംഘടനയിലെ വനിതകൾ ഒരുമിച്ച് ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നു. നിരവധി ആയിട്ടുള്ള ഒളിഞ്ഞും തെളിഞ്ഞും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിരവധി വനിതാ താരങ്ങൾ ഉൾപ്പെടെ, അതുപോലെ ഇന്ന് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇതിനൊക്കെ എതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല ആരും കാണുന്നത്. രാഷ്ട്രീയമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല ഇത്. അപ്പോൾ രാഷ്ട്രീയമല്ല പലർക്കും. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മളെല്ലാവരും പ്രതികരിക്കേണ്ടതല്ലേ? അമ്മ പോലെയുള്ള ഒരു ഈ താങ്കളുമായുള്ള അഭിമുഖത്തിൽ ഈ പറയുന്ന ദിലീപിനെതിരായിട്ട് തെളിവുണ്ടായിരുന്നില്ല എന്ന കാര്യം ഒഴിച്ചു നിർത്തിയാൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് സാധാരണക്കാർക്ക് തോന്നുന്ന ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു DGP സ്ഥാനത്തൊക്കെ ഇരുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് വരേണ്ടതാണോ ആ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയുകയില്ല. പക്ഷേ നമുക്കെല്ലാം ഉണ്ടാകുന്നത് പോലെ ഈ പോലീസ് സംവിധാനങ്ങളെക്കുറിച്ചോ ആളുകളുടെ ക്രിമിനൽ മനസ്സിനെക്കുറിച്ചോ സാധാരണമായിട്ടുള്ള ചിന്തകൾ മാത്രമുള്ള, സാധാരണമായിട്ടുള്ള അറിവുകൾ മാത്രമുള്ള ആളുകൾക്ക് തോന്നുന്ന അതിസാധാരണമായ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരുന്ന് ചോദിക്കാവുന്നതാണോ എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. അദ്ദേഹം ഈ പറയുന്നത് പോലെ സർക്കാരിൻ്റെയോ CPM-ൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. സുനിൽകുമാർ മുമ്പേ ഈ രീതിയിൽ ഒന്നിലധികം നടിമാരോട് പെരുമാറിയിട്ടുള്ള ആളാണ്. 2013 കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് പറയുന്നത്. അത് 2017 ചെയ്യുന്നത്? കൊട്ടേഷൻ എടുക്കുന്നവൻ അഡ്വാൻസ് വാങ്ങാതെ അത് ചെയ്യുമോ? മഞ്ജു വാര്യരെ തെറ്റിച്ചത് ഈ നടിയാണെന്നും അതുകൊണ്ടുള്ള വിരോധമാണെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. മഞ്ജു വാര്യർ തെറ്റിപ്പോയി കഴിഞ്ഞ് ദിലീപ് സന്തോഷമായി വേറെ കല്യാണവും കഴിഞ്ഞിട്ടാണോ ഇത് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് സാധാരണമായ ചോദ്യങ്ങളാണ് ആണല്ലോ. അപ്പോൾ താങ്കളുടെ അഭിമുഖത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തന്നെയും ഇത് ഇങ്ങനെയൊക്കെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇത്രക്ക് സാധാരണമായ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ പോലും ഇത് ശരിയായ നിലക്കല്ല പോകുന്നത് അന്വേഷണം, ദിലീപിനെയും നാദിർഷയെയും ഒന്നും വിളിച്ചു വരുത്തേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല എന്ന തോന്നലുണ്ടാക്കുന്നതാണല്ലോ. അക്കാര്യം ഏത് നിലക്കാണ് അദ്ദേഹം വിശദീകരിച്ചത്? ഈ എഴുതിയതിന് കൂടുതലായിട്ട് താങ്കളോട് വിശദീകരിച്ചത് എങ്ങനെയാണ്? അല്ല സനീഷ്, അതിൻ്റെ അകത്തിപ്പോൾ ഈ കുറച്ച് മുമ്പേ ശ്രീ KL മോഹനവർമ്മ പറഞ്ഞതുപോലെ അദ്ദേഹം എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ തമാശ പോലെ പറയുകയും നമ്മളത് ഗോസിപ്പ് പോലെ എഴുതുകയും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു IPS ഓഫീസറായിരുന്നു. ഒരാഴ്ച മുമ്പ് മാത്രം സർവീസിൽ നിന്ന് വിരമിച്ച ഒരാൾ സംസാരിച്ചത് വളരെ ഉത്തരവാദിത്തത്തോടെയാണ്. അത് തീർച്ചയായിട്ടും ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ പൊതുസമൂഹത്തിന് മുന്നിൽ സില്ലിയായിട്ട് തോന്നാവുന്ന ഈ കാര്യങ്ങൾ, അതിൽ അദ്ദേഹം പറഞ്ഞ, ഞാൻ ആദ്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ദിലീപിന് ഈ കേസുമായി ഏതെങ്കിലും തരത്തിൽ ദിലീപിനെതിരെ തെളിവുള്ളതായി എനിക്ക് ഇൻഫർമേഷൻ ഇല്ല. അത് കൃത്യമായിട്ട് വളച്ചൊടിക്കപ്പെട്ടത് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താ, ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്യണം, അത് ചേർത്ത് കാണണം. ADGP B സന്ധ്യ ഒരു കാര്യം, ഈ കാര്യം മാത്രമല്ല ഒരു കാര്യവും ബ്രീഫ് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ചില കാര്യങ്ങളങ്ങ് ഊഹിച്ചു എന്ന് സംസ്ഥാന പോലീസിൻ്റെ മേധാവിയായി ഇരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ട ഏറ്റവും പ്രമാദമായ ഒരു അന്വേഷണത്തിൽ അദ്ദേഹം നിശബ്ദ സാക്ഷിയായി നിൽക്കേണ്ടി വന്നു എന്നതിൻ്റെ വിലാപങ്ങൾ പോലെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സനീഷ് പറഞ്ഞതുപോലെ കടത്തിണ്ണയിൽ നിന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകൾ പറയുന്നത് പോലുള്ള സില്ലി ആയിട്ടുള്ള സംശയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തൊരു കാര്യവും അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം പറയാനുള്ളതെല്ലാം കൃത്യമായും അടിവരയിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. അതിനപ്പുറത്ത് അതിൽ അദ്ദേഹം സംശയങ്ങളില്ല. അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞുള്ള അഭിമുഖത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് 10-15 ഫോൺ കോളുകൾ വന്നിരുന്നു. അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞാണ്, സ്വകാര്യ സംഭാഷണങ്ങൾ ഉണ്ടായി, ഇതൊക്കെ ചേർത്തിട്ടാവാം
അടിസ്ഥാനരഹിതമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ സീരിയസ് ആയി ചെയ്യുന്നൊരു ജോലിയാണ് അഭിമുഖം. അതിൽ ഏത് ജോലിയും പ്രത്യേകിച്ച് അഭിമുഖം, ഉത്തരവാദിത്തപ്പെട്ട ഒരു IPS ഓഫീസറായിട്ടുള്ള ഇൻ്റർവ്യൂ, അതിന് അത്ര അതീവ ഗൗരവത്തിൽ കാണുന്നതല്ലേ. അതിനിടയ്ക്കും അദ്ദേഹത്തിന് വരുന്ന ഫോൺ സംഭാഷണങ്ങൾ അദ്ദേഹം ആരോട് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ? അദ്ദേഹത്തിന് സ്വകാര്യ സംഭാഷണങ്ങൾ, സ്വകാര്യ വർത്തമാനങ്ങൾ എങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും? അങ്ങനെ അലിഗേഷൻ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തതുകൊണ്ടല്ലേ. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ ഞാൻ ഒരു നിമിഷം താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ AN ഷംസീർ MLA അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ AN ഷംസീർ, ഈ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസ് അങ്ങേയറ്റം പ്രാധാന്യത്തോടു കൂടിയാണ് ഓരോ മലയാളിയും നോക്കിക്കാണുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിൽ നടു റോഡിലൂടെ ഓടുന്നൊരു വാഹനത്തിൽ വെച്ച് ഉപദ്രവിക്കപ്പെട്ട കേസാണ്. അതിനകത്ത് ഈ തരത്തിലുള്ള ഒരു സ്ത്രീപീഡനം എന്ന എലമെൻ്റ് ഉണ്ട്. ഒപ്പം സിനിമയാണ്, സൂപ്പർ താരങ്ങളടക്കമുള്ളവ ചോദ്യം ചെയ്യപ്പെടുന്നുമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ പരാമർശങ്ങൾ പോലും വളരെ പ്രാധാന്യത്തോടെ ആണ് ആളുകൾ കാണുക എന്നിരിക്കെ മുൻ DGP ആയിരുന്ന സെൻകുമാർ, പിന്നീട് അദ്ദേഹം തിരുത്തിയെങ്കിലും ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല, തെളിവുകളില്ലാഞ്ഞിട്ടും 13 മണിക്കൂർ ചോദ്യം ചെയ്ത് ശരിയായില്ല, ഈ അന്വേഷണത്തിന് വേണ്ട രീതിയിലുള്ള വഴിയിലൂടെയല്ല പോകുന്നത് എന്നൊക്കെ പറയുന്നത് ഏത് നിലക്കാണ് താങ്കൾ കാണുക? ഇത് ശരിയായ ആരോപണമായി തോന്നുന്നുണ്ടോ? അത് ശരിയായ ആരോപണങ്ങളാണെങ്കിൽ ഈ അന്വേഷണ സംഘം പരാജയമാണ് എന്ന് വിചാരിക്കേണ്ടി വരില്ലേ? ഇതില് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മറച്ചു വെക്കേണ്ടതായി ഒന്നുമില്ല, ആരെയും രക്ഷിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഈ കേസ് നല്ല നിലയിൽ അന്വേഷിക്കും. ഇതിനകത്ത് വല്ല മീനോ വലിയ മീനോ സ്രാവോ ഉണ്ടെങ്കിൽ ആരെയും പിടിക്കും. അതിനകത്ത് ലെഫ്റ്റ് ഗവൺമെന്റ് സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. പിന്നെ DGP സെൻകുമാർ, മുൻ DGP സെൻകുമാർ, ഇപ്പൊ അദ്ദേഹം മുൻ DGP ആണ്. അദ്ദേഹത്തിന് സർക്കാരിനോട് പലതരത്തിലുള്ള ഗ്രഡ്ജുകൾ ഉണ്ടാവാം. ഇപ്പൊ അതിന്റെ ഭാഗമായി ഇതിൽ ഓരോ സമയം ഓരോ കുത്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഒക്കെ ചർച്ചയാവുമല്ലോ. ആ ഒരു അഹത്ത് വെച്ചിട്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ പോലത്തെ ആളുകൾ പാലിക്കേണ്ട ചില പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നടത്തുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാവട്ടെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്ന രീതി ശരിയാണെന്ന് അദ്ദേഹമാണ് പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ പ്രായത്തേക്കാൾ കൂടുതൽ IPS എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, നിരവധി കേസിൽ അന്വേഷിച്ച ഒരാളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. ഇതില് ഞങ്ങൾ ഒരു കാര്യം പറയാം, ഈ കേസിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കും. അത് മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയി പറഞ്ഞു. വലിയ മത്സ്യങ്ങളുണ്ടെങ്കിൽ പിടിക്കും. ഇതിൽ ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ടതായിട്ടില്ല. ഒരാളെയും രക്ഷിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനില്ല. ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ആണ്. അത് ആളുകളിൽ തന്നെ വളരെ ഫയറായിട്ട് അന്വേഷണം നടക്കുന്നു. പക്ഷേ ശ്രീ ഷംസീർ, അങ്ങനെ അന്വേഷണം കൃത്യമായിട്ടാണ് പോകുന്നത് എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെയും ഉള്ള സംശയം, ആ സംശയങ്ങൾക്ക് കാരണവുമുണ്ട്. അത് ശ്രീമതി ലതിക സുഭാഷ് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന തൊട്ട് ഇങ്ങോട്ട് വളരെയേറെ പ്രധാനപ്പെട്ട ഈ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള തോതിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് ഏറ്റവും സാധാരണമായി ചിന്തിക്കുന്ന ഒരാൾക്ക് പോലും തോന്നാവുന്ന സംഗതികൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഇന്നലെ സെൻകുമാർ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം അക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ച് പറയുന്നുമുണ്ട്. അതായത് തെളിവുണ്ടായിരുന്നില്ല, അന്വേഷണത്തിൽ കോർഡിനേഷൻ ഇല്ല എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രസ്താവന തൊട്ട് എല്ലാത്തിനെയും ഒന്നിനു പിറകെ ഒന്നായി കാണുമ്പോൾ നിങ്ങൾ ഈ അവകാശപ്പെടുന്നത് പോലെ കൃത്യമായ തോതിൽ അന്വേഷണം നടക്കും എന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. അല്ല, വിശ്വസിക്കാതിരിക്കോ അത് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് വളരെ ക്ലിയർ, ലതിക സുഭാഷിന് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ലതിക സുഭാഷ് UDFന്റെ നേതാവാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. സ്വാഭാവികമായും സർക്കാരിനെ ആക്രമിക്കുക എന്നുള്ള അവരുടെ ലൈനാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ബലാത്സംഗ വീരന്മാർ ഇരുന്നിരുന്നു അവരുടെ കാലത്ത് നിയമസഭക്കകത്ത്. അത്തരം ആളുകൾക്കെതിരെ നടപടി ചെറു വിരൽ പോലും അനക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ മുന്നണിക്കോ ഗവൺമെന്റ് ആയിരുന്നില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സർക്കാരിന്റെ സ്റ്റാൻഡ്. ഒരു പെൺകുട്ടി, ഒരു സിനിമാ നടി, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ആക്രമിക്കപ്പെട്ടു, പ്രതികളെ പിടിച്ചു. കേസ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതിന്റെ ഭാഗമായി ആരായാലും അവരെ ചോദ്യം ചെയ്യും. ഏറ്റവും സെലിബ്രിറ്റികൾ, സ്റ്റാറുകളായാലും ശരി, ഏറ്റവും മുകളിൽ നിൽക്കുന്നവരായാലും ശരി, ഞങ്ങൾ ഓൾ ആർ ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ എന്ന അതാണ് ശ്രീമതി ലതിക സുഭാഷ്. അവിടെ ഈ പറയുന്ന ആക്ഷേപങ്ങളെല്ലാം ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചാൽ പോലും, രാഷ്ട്രീയമായ എതിർപക്ഷത്തു നിന്ന് ഉന്നയിച്ചാൽ പോലും ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദിലീപിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ 13 മണിക്കൂർ ചോദ്യം ചെയ്യപ്പെടുക ആലുവ പോലീസ് ക്ലബ്ബിൽ എന്നത് നിസ്സാരമായ കാര്യമല്ലല്ലോ. ആ കാര്യം ചെയ്യാൻ ഈ സർക്കാരിനും അന്വേഷണ സംഘത്തിനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നതിനെ തള്ളിക്കളയാവുന്നതാണോ? അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ പോയ വഴിയൊക്കെ ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാകണം, സെൻകുമാർ സൂചിപ്പിക്കുന്നത് പോലെ. പക്ഷേ ആത്മാർത്ഥതയുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് നടന്നതെന്ന് തെളിയിക്കാൻ. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാലത്തിന് തെളിയും എന്ന് വിശ്വസിച്ചുകൂടെ? ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല. 13 മണിക്കൂർ എത്തിക്കഴിഞ്ഞപ്പം പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളി വന്ന് പെട്ടെന്ന് ചോദ്യം ചെയ്യൽ നിർത്തിയെന്ന് കേട്ടു. ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇതുപോലെയുള്ള ചർച്ചകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് നമ്മളൊക്കെ അറിയുന്നത്. അപ്പോൾ ആത്മാർത്ഥത ഉണ്ടാവണം.
അത് വളരെ നിസ്സാരമായിട്ട് കാണാനായിട്ട് പറ്റുന്നല്ല. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആളുകളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കേരളത്തിലെ പ്രശസ്തിയായ ഒരു താരം ഇത്ര മൃഗീയമായിട്ട് അല്ല ഇത്ര ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനായിട്ട് പറ്റുമോ? എത്ര നാളുകളായി ഇപ്പോഴും ഇരിക്കുകയാണ്. ഇത് CBI അന്വേഷണത്തിന് വിടണമെന്ന് ഉള്ള ആവശ്യം വരെ ഇപ്പം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് പോകണമെന്നുള്ളതാണ് വലിയൊരു ആവശ്യം. കാരണം ഇത്രയും നാളുകളായിട്ട് ഇത് വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. ആദ്യം ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞു, ഇപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് ഉള്ള ഒരു വക്കിലെത്തിയിരിക്കുന്നു. അതിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പരസ്പരം ഒരുപാട് പരസ്യമായിട്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ കേസിനെ വഴിതെറ്റിക്കാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് MLA ആയി നിയമസഭയിലിരിക്കുന്ന ശ്രീ ഷംസീർ അടക്കം ഇത്തരം കാര്യങ്ങൾ നന്നായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് വേണ്ടത്. ഞങ്ങളൊക്കെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണുന്നില്ല. ശ്രീ റംഷാദ്, ഇത് താങ്കളുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല എങ്കിൽ തന്നെയും ഈ അഭിമുഖത്തിൽ ഈ സഹപ്രവർത്തകരായിരുന്ന ആളുകളോട്, അദ്ദേഹത്തോട് മോശമായി പെരുമാറിയ, അദ്ദേഹത്തിന് വിദ്വേഷമുള്ള, രോഷമുള്ള 1-2 ആളുകളോടുള്ള ദേഷ്യം എല്ലാ വിധത്തിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലൊരു കേസിനെ ഈ ഘട്ടത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തരുത് എന്നറിയാത്ത ആളായിരിക്കുകയില്ലല്ലോ സെൻകുമാർ. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസം ഒരുപക്ഷെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയുമില്ല. ആ കാര്യത്തിൽ സെൻകുമാർ വളരെ മാന്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളുമാണ്. അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിരിക്കുന്ന, അന്വേഷണം ഏത് വഴിക്കാണ് പോകുന്നത് എന്നത് അറിയാതിരിക്കുന്നൊരവസ്ഥയിൽ ഇതുപോലൊരു കേസിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക, ഈ അന്വേഷണ സംഘത്തെ എന്നത് ആ ഭാഗത്ത് നിന്നുണ്ടായത് എത്രക്ക് ശരികേടാണ്? എന്തുകൊണ്ടാകണം അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവുക? മനസ്സിലാക്കപ്പെടാതെ പോകുന്നൊരു വലിയൊരു ചോദ്യമാണ് സനീഷ്. കാരണം അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇപ്പം ആദ്യം അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം ഇവിടെ അടുത്ത ദിവസങ്ങളും പോലെ തന്നെ പല ചാനലുകൾക്കും, ഇപ്പം ന്യൂസ് 18 ഉൾപ്പെടെ, ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് വിശദമായ അഭിമുഖം നൽകുകയൊക്കെ ചെയ്തു. അതിലെല്ലാം അദ്ദേഹം കുറേ ആളുകളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആരോപണം ഉന്നയിക്കുന്നുണ്ട്, വളരെ കടുത്ത ഭാഷകൾ പ്രയോഗിക്കും. അതിൻ്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹം വക്കീൽ നോട്ടീസ് ഒക്കെ നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചല്ലോ. പക്ഷേ അത്ര ഒരു ആരോപണമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരെ കടുത്ത ഭാഷയിൽ ഉന്നയിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്സാരമായ ഒരു ആരോപണമല്ല. അതെനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് നമ്മുടെ ഭരണ രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹത്തോട് ചോദിക്കണം. കാരണം അദ്ദേഹം ഉത്തരവാദിത്തോടു കൂടിയാണ് പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ, അത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളുടെ മെറിറ്റ് എന്താണ് എന്ന് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനല്ലേ? കാരണം ഒരാഴ്ച മുമ്പ് മാത്രം സംസ്ഥാന പോലീസ് മേധാവിയുടെ സ്ഥാനം ഒഴിഞ്ഞ ശ്രീ സെൻകുമാർ ഉത്തരവാദിത്തോടു കൂടി തികഞ്ഞ ബോധ്യത്തോടുകൂടിയാണ് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് ആ കാര്യം ഏത് പശ്ചാത്തലത്തിലാണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിനും, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ഒരഭിമുഖത്തിൽ പോലും, എൻ്റെ അഭിമുഖം ഉൾപ്പെടെ ഒരഭിമുഖത്തിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ മോശമാക്കുകയോ പ്രതികൂലം നിർത്തുകയോ ചെയ്യുന്നില്ല. തികച്ചും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും, ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആണെങ്കിലും ഭരണ രാഷ്ട്രീയ നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് ഇക്കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇടപെടൽ, എന്താണ് സംഭവിക്കുന്നത്, താങ്കൾക്കറിയാവുന്നത് എന്താണെങ്കിൽ അത് പറയൂ, അത് അന്വേഷണത്തെ സഹായിക്കുമെങ്കിൽ ഒരു പെൺകുട്ടിയുടെ, ഒരു യുവതിയുടെ, സെലിബ്രിറ്റി ആരെങ്കിലും ആട്ടെ, എക്സ് ഓർ വൈ, ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെ, അവളെ ശാരീരികവും മാനസികവുമായി ആ കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യഥാർത്ഥ പ്രതികളെ അഴികൾക്കകത്ത് കൊണ്ടുവരാൻ, പെൺകുട്ടിക്ക് നീതി കിട്ടാൻ താങ്കളുടെ ഇടപെടലുകൾ, വെളിപ്പെടുത്തലുകൾ സഹായിക്കുമെങ്കിൽ താങ്കൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് മെറിറ്റിലേക്ക് വരൂ എന്ന് അദ്ദേഹത്തെ ചോദിക്കാൻ കേരളത്തിലെ ഭരണ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം വെറും വാക്ക് പറഞ്ഞു പോകുന്നതാണെന്ന് അതാണ് ജേക്കബ് ജോർജ്. ഈ സർക്കാരിന് തന്നെയും ചോദ്യം ഉന്നയിക്കേണ്ടുന്ന ഒരു അവസരമാണല്ലോ. ഈ അന്വേഷണം നേരാം വണ്ണമല്ല പോകുന്നത് എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾക്ക് അതിനുള്ള തെളിവുകളുമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം രാഷ്ട്രീയമായിട്ടാണെങ്കിൽ തന്നെയും ഈ സർക്കാരിന് നേരെ എടുത്തു വെക്കുന്ന ആളുകൾക്ക് അതിനുള്ള തെളിവായിട്ട് മുഖ്യമന്ത്രി ഏതോ സമയത്ത് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഇത് ഇവിടം കൊണ്ട് തീരുന്നതാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിച്ചെടുക്കാവുന്ന ഒരു പ്രസ്താവന. അത് പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടത് ദിലീപിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത്. അങ്ങനെയുള്ള വാർത്തകളിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന നിലക്ക്. പക്ഷേ എങ്കിൽ തന്നെയും അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് ഈ കേസിനെ അവിടെ വെച്ച് നിർത്താൻ, അന്വേഷണത്തെ അവിടെ വെച്ച് നിർത്താനുള്ള ഒരു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്ന് ആക്ഷേപിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്.
അങ്ങനെ വിചിത്രമായിട്ടുള്ള സംഗതികളുള്ള ഒരിടത്ത് സെൻകുമാർ ഇങ്ങനെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് സാധാരണമായിട്ടുള്ളൊരു പ്രസ്താവന കൊണ്ട് ഈ അന്വേഷണത്തെ ആകെ തന്നെ വഴിതിരിച്ചു വിടുന്ന രീതിയിൽ, ആരോപണങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ പ്രസ്താവന നടത്തി പോയത് ശരിയായില്ല എന്ന് സർക്കാർ പറയേണ്ടതല്ലേ? അല്ല, സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പോലീസിന് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തതായിട്ട് നമുക്കറിവുണ്ടോ? മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും അറിവുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനത്തെ ഒരു നിർദ്ദേശം, പണ്ട് നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ, അന്ന് DGPമാരെ മുന്നിൽ വിളിച്ചു വരുത്തി നല്ല ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കുമായിരുന്നു. പല കാര്യങ്ങളിലും നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല അധിക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു DGPമാരോട്. അന്ന് P. ശശി ആയിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി. ശശി നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കാര്യങ്ങൾ പറയുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിലെ അങ്ങനെ ഒരു നിയന്ത്രണം, ഇതുപോലെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുള്ളത് AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അന്ന് KJ ജോസഫ് ആയിരുന്നു DGP. അന്ന് KJ ജോസഫിനെ DGP എന്ന നിലയിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമായിരുന്നു. അന്ന് മുത്തങ്ങയിൽ വെടിവെപ്പ് ഉണ്ടായ സമയമൊക്കെ അതാണ്. ആദിവാസികൾക്കെതിരെ CK ജനുവിനെതിരെയൊക്കെ ആക്രമണം ഉണ്ടായത്, പോലീസിൻ്റെ അതിക്രമം ഉണ്ടായത് ആ സമയത്തായിരുന്നു. അന്ന് ശങ്കർ റെഡ്ഡി ആയിരുന്നു കോഴിക്കോട്ടെ IG. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ പോലീസ് ഇതുപോലെയുള്ള അന്വേഷണത്തിൽ ശക്തമായ നിലയിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു സേനയാണ് സനീഷ്. എനിക്ക് യാതൊരു സംശയമില്ല. നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതല്ലേ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വീഴ്ച, ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ സെൻകുമാർ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ സില്ലിയായിട്ടുള്ള, റംഷാദ് പറഞ്ഞ പോലെ അതൊക്കെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും അദ്ദേഹത്തെ പോലെ ഒരു ഉന്നത പദവിയിലിരുന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞയാൾ എന്ന നിലയ്ക്ക് സെൻകുമാർ അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളും ചില്ലറ അഭിപ്രായങ്ങളും പറയരുതായിരുന്നു. പക്ഷേ ഇവിടുത്തെ പോലീസ് സേനയ്ക്ക് ഈ കേസ് അന്വേഷിക്കാൻ ശക്തമായ കഴിവുണ്ട്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു സേനയാണ് കേരള പോലീസ്. അതിൻ്റെ അന്വേഷണ സംവിധാനം, അതിൻ്റെ നടത്തിപ്പ്, നിരീക്ഷിക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏറ്റവും മികവുള്ള സേനയാണ് കേരളത്തിലെ പോലീസ്. ഇതിനകത്ത് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ അറിയും. കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് അത്ര മോശക്കാരൊന്നുമല്ലല്ലോ. ഇവിടെ അകത്ത് ദിലീപിനെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടുപിടിക്കാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എപ്പോഴേ നമ്മുടെ കയ്യിൽ. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെ തെളിവ് പോലും ഇല്ലാതെ ദിലീപിനെ പോലൊരാളെ കൊണ്ടുവന്ന് സംശയ നിഴലിൽ നിർത്തി 13 മണിക്കൂർ ചോദ്യം ചെയ്ത് ന്യായീകരിക്കാനാകും? അക്കാര്യത്തിൽ സെൻകുമാർ ശരിയാണെന്ന് പറയേണ്ടി വരും. ഞാനതാണ് ആ വാചകം സെൻകുമാർ പറഞ്ഞത് അങ്ങേയറ്റം ഉചിതമായി. അതിനകത്ത് വസ്തുതയുണ്ട്. 13 മണിക്കൂർ ദിലീപിനെ പോലെ കേരളത്തിലെ സിനിമാ രംഗത്ത് വളരെ പ്രശസ്തനും പ്രമുഖനുമായ ഒരു നടനെ, ആ നടന് ഈ നടിയുമായിട്ട് വൈരാഗ്യമുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അത് സിനിമാ രംഗത്ത് പൊതുവെ അറിയപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരു ഭീകരപ്രവർത്തനം അദ്ദേഹം നടത്തി എന്ന് പോലീസ് സംശയിച്ചിട്ട് ആ നടനെ കൊണ്ടുവന്നിട്ട് പോലീസ് ക്ലബ്ബിൽ കൊണ്ട് 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ അതിന് മുമ്പ് ആ ചോദ്യം ചെയ്യൽ എന്തിനെ ആധാരമാക്കിയിരുന്നു? എന്തൊക്കെ തെളിവുകൾ പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു? എന്തൊക്കെ വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു? വെറും ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ഫോൺ സംഭാഷണം, അതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു ചോദ്യം ചെയ്യലിന് ന്യായീകരണമുണ്ടോ? തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് കേരളത്തിലെ പോലീസിന് നേരെയാണ്, ഗവൺമെൻറ്റിന് നേരെ അല്ല എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ KL മോഹനവർമ്മ, ഇത് ഇത്രക്ക് പ്രധാനപ്പെട്ടൊരു കേസാണ്. ഈ കേസിൽ 13 മണിക്കൂർ സൂപ്പർ താരത്തെ ചോദ്യം ചെയ്തു എന്നതാണ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചൂടാക്കിയത്. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടായി. അതിനുശേഷം കാവ്യ മാധവൻ, അവരുടെ അമ്മ എന്നിവരുടെ പേരെല്ലാം ചർച്ചകളിലേക്ക് വന്നു. പിന്നീടും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നമുക്കറിയുകയില്ല പോലീസിൻ്റെ രീതികൾ ഏതൊക്കെ നിലക്കാണ് മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇതിനൊരു ലോജിക്കൽ കൺക്ലൂഷൻ, ഇത് ഒരു പരിസമാപ്തിയിലെത്തണമല്ലോ. ആളുകൾ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഇന്ന കാരണങ്ങളുണ്ട്, ഗൂഢാലോചനയ്ക്ക് ആധാരമായിട്ട് ഇന്ന സംഗതികൾ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് തൃപ്തിയാകുന്ന വിധത്തിലുള്ളൊരു വസ്തുതകളുടെ പുറത്തുവരൽ ഉണ്ടാകണമല്ലോ. അക്കാര്യത്തിൽ പക്ഷേ ഒന്നും ചലിക്കുന്നില്ല എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. ഒന്നും അങ്ങോട്ട് കാര്യങ്ങൾ ശരിയാകുന്നില്ല എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. സംശയത്തിൻ്റെ നിഴലിലേക്ക് ആളുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവർ തന്നെയാണോ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ആർക്കുമില്ല. പക്ഷേ അവർ നാട്ടുകാരാൽ സംശയിക്കപ്പെടുന്നു. പോലീസിന് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണെന്ന് തോന്നലുണ്ടാവുകയും ചെയ്യുന്നു. സെൻകുമാറിൻ്റെ പ്രസ്താവന അവിടെ ഉണ്ട് എന്നതും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വസ്തുത പുറത്തുവരും എന്ന താങ്കളുടെ ശുഭാപ്തി വിശ്വാസം ഏത് നിലക്കാണ് താങ്കൾക്കതുണ്ടാകുന്നത്? ആ ശുഭാപ്തി വിശ്വാസം പങ്കുവെക്കാൻ പറ്റാത്ത നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. അവർക്ക് ആയിരിക്കും ആത്യന്തികമായിട്ട്, അവർ വിചാരിക്കുന്നതായിരിക്കും ആത്യന്തികമായി ശരിയായി വരിക എന്ന് മനസ്സിലാക്കേണ്ടി വരില്ലേ? പറയാം. ഈ സംഭവം നടന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ
പൊതുവേ ഇവിടെ എല്ലാം കൊച്ചിയിലെ എല്ലാ ഇതുമായിട്ട് പ്രവർത്തനമായിട്ട് എല്ലാ തരത്തിലുള്ള മേഖലകളിലുള്ളവർ നമുക്കൊക്കെ എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റുള്ള, അപ്പോൾ അവിടെ ഒക്കെ ഒന്നും ഇതെന്തോ ഒരു നമ്മൾ വിചാരിച്ചിരിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കഴിഞ്ഞത് ഈ ഏകദേശം ഈ ലെവലിൽ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകം അത് വലിയ കാര്യമായിട്ട് എടുത്ത് അതിൻ്റെ അർത്ഥം ഇത് ഗവൺമെൻറ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ് നേരത്തെ എന്നൊരു തോന്നലുണ്ടാക്കിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ മീറ്റിംഗ് നടന്നപ്പോൾ അതിലിരുന്ന ആളുകളുടെ മുഖഭാവങ്ങളുമൊക്കെ ലതികാജി ഇപ്പോൾ പറഞ്ഞ പോലെ അതൊക്കെ കൂടെ കാണുമ്പോൾ എന്തോ കുഴപ്പമുണ്ട്. സ്ഥാപിത താല്പര്യത്തിന് ഇത് വലിയ കാര്യമുണ്ട്, ഇതിൻ്റെ അന്വേഷണം അവരുടെ ലെവലിൽ നിർത്താൻ. പക്ഷേ ഒരു 3 ദിവസം മുമ്പ് ഇവിടുത്തെ നമ്മുടെ ഒരു വനിതാ മന്ത്രി വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, വളരെ വഴിത്തിരിവുണ്ടാവും, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നു വന്നപ്പോഴേ ഒരു കാര്യം ഓർക്കണം, രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഏത് തരത്തിലുള്ള അവർക്കുള്ള ഈ സ്ഥാപിത താല്പര്യങ്ങളെ ഒരു ലെവലിൽ അപ്പുറം സംരക്ഷിക്കാൻ ഒക്കില്ല. അത് ഒരിടത്തും നടക്കില്ല, ലോകത്തൊരിടത്തും നടന്നില്ല. അവിടെ വരുമ്പോൾ ഇത് രാഷ്ട്രീയ നേതൃത്വത്തിനെ നേരിട്ട് ബാധിക്കുന്ന നിലയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കൈയൊഴിയും, യാതൊരു സംശയവുമില്ല. വനിതാ മന്ത്രി 3 ദിവസം മുമ്പ് പറഞ്ഞ് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇപ്പം സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സംശയമില്ല, ശരിക്കുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് പാകപ്പിഴകളുണ്ട്, അത് മാറ്റിക്കൊണ്ട് തന്നെ ശരിക്കും പോലീസ് അവരുടെ അന്വേഷണം നടക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ സെൻകുമാറിൻ്റെ വർത്തമാനങ്ങൾ അത് പിന്നെ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായ വൈകാരിക ഭാവങ്ങളുടെ പല പ്രതിഫലനവും അതൊന്നും ഇത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതേ ഇല്ല. അദ്ദേഹം വൈകാരികമായിട്ടുള്ള പ്രകടനം മുഖ്യമന്ത്രി അന്നൊരിക്കലും ആ പ്രസ്താവന നടത്തരുതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആ പ്രസ്താവന നടത്തിയത് ശരിക്കും എനിക്ക് പറയാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞിട്ടെ, അത് അദ്ദേഹം ശരിക്കും പറഞ്ഞതാണെങ്കിൽ, ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിൽ, വ്യക്തമായ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിനെ ഈ 13 മണിക്കൂർ കേരളത്തിലെ പോലീസ് ചോദിക്കുന്ന പ്രശ്നമില്ല. അതല്ലേ മുഖ്യമന്ത്രി, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ഏത് നേതാവാണെങ്കിലും അതാകുമായിരുന്നു സംഭവിക്കുക. പക്ഷേ ഇവിടെ നോക്കുക പോലീസ് എന്തുമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു. അതാണ് എന്തുമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് പറയുമ്പോഴും ശ്രീ റംഷാദ്, നമുക്ക് ഇത് ഇങ്ങനെ പോയാൽ പോരാ എന്ന തോന്നലുള്ള ആളുകൾ കൂടെയുണ്ട്. അതിന് ആ തോന്നലുള്ള ആളുകൾക്ക് ഒന്നുകൂടെ ആ സംശയം ഉറക്കാനുള്ള കാര്യം ടി.പി. സെൻകുമാർ ചേർന്നുണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ വൈകാരികമായിട്ട് മറ്റുള്ളവരോടുള്ള രോഷം തീർക്കാൻ ഇതുപോലൊരു കേസിൽ ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ഇടപെടരുത് എന്നറിയാത്ത ഒരാളായിരിക്കുമോ ടി.പി. സെൻകുമാർ? അല്ല സനീഷ്, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജേക്കബ് ജോർജ് സാർ പറഞ്ഞതുമായിട്ട് ചേർത്ത് പറയേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഒന്നും അറിയാതെ ഒന്നിലും ഇടപെടാതെ എന്തെങ്കിലും വഴിക്ക് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ നോക്കിയിരിക്കുകയല്ല. കൃത്യമായ ഡയറക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്, ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടൽ. അതിന് ഉദാഹരണം സെൻകുമാർ എനിക്ക് തന്ന അഭിമുഖത്തിൽ തന്നെ ഉണ്ട്. അതായത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു, സാർ ഈ കേസിൻ്റെ അന്വേഷണം അത്ര ശരിയായ വഴിക്കല്ല പോകുന്നത്, അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടി ക്രൈംബ്രാഞ്ചിന് വിട്ടാലോ. അപ്പം പിണറായി വിജയൻ പറഞ്ഞു അപ്പം സെൻകുമാർ എന്താണോ ശരിയാണെന്ന് തോന്നുന്നത് അങ്ങനെ ചെയ്യാം, അതായത് ക്രൈംബ്രാഞ്ചിന് വിട്ടോളൂ എന്ന് ഒരു അനുമതി കൊടുക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ട ചുമതല ADGP B സന്ധിക്കാണ്, അവരിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അവർ മീഡിയയിൽ പോകും, എന്നിട്ട് ഇത് സെൻകുമാർ DGPക്ക് ഇതിലെന്തോ ആരെയോ സേവ് ചെയ്യാറുണ്ട് എന്ന് ചിലപ്പോൾ പറഞ്ഞു വരുത്തും. അതുകൊണ്ട് ഞാൻ ആ തീരുമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാരിന് ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ്, എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ലൈനാണെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി സജഷൻ വെക്കുമ്പോൾ മുഖ്യമന്ത്രി അപ്പം തന്നെ അനുവദിക്കുമോ? ചെയ്തോളൂ എന്ന്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇടപെടലും മേൽനോട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട് റംഷാദ്. ഞാൻ അതാ പറഞ്ഞത്, ഇടപെടലില്ല, മേൽനോട്ടം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ ജേക്കബ് ജോർജ് സാർ പറഞ്ഞത് നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞതല്ല, സർക്കാർ വളരെ കൃത്യമായി കോഷ്യസ് ആണ് എന്ന് ഞാൻ പറയുകയായിരുന്നു ഈ കാര്യത്തിൽ. സർക്കാരിന് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ദിലീപ് ഇമ്മട്ടിൽ 13 മണിക്കൂർ ആലുവ പോലീസ് ക്ലബ്ബിൽ ഇരിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് പ്രസക്തമായത്. നമ്മുടെ പ്രശ്നം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യൽ നടന്നിട്ടും എന്തെങ്കിലും സംഭവിക്കുന്നതായി തോന്നലുണ്ടാകാത്തത് എന്നാണ്. അതോട് ചേർന്ന് നോക്കുമ്പോഴാണ് സെൻകുമാറിന്റെ ഈ പ്രസ്താവന, അദ്ദേഹം ചില കാര്യങ്ങൾ പിൻവലിച്ചെങ്കിലും ഈ പ്രസ്താവന വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. അത് വരും ദിവസങ്ങളിലെ അറിയുകയുള്ളൂ. വളരെ നന്ദി അതിഥികൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ KL മോഹനവർമ്മ, ശ്രീമതി ലതിക സുഭാഷ്, ശ്രീ PS റംഷാദ്, ശ്രീ AN ഷംസീർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് തുടരും.